ഹായ് ഫ്രണ്ട്സ്, മിന്നുവിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഞാനിപ്പം ചെയ്യാനുള്ള കാരണം, നമ്മൾ കുറേയധികം ആൾക്കാർ നമ്മളോട് ചെടികൾ ചോദിച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അഗ്ലോണിമയും ചില ചെടികളൊക്കെ തീർന്നു പോകുമ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ചെടികളാണ് അതിൽ ഉൾപ്പെടുത്തി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ കുറച്ച് ആളുകൾക്ക് നമ്മൾ കൊടുക്കാം. കാരണം എന്ന് വെച്ചാൽ ആദ്യം എൻ്റെ വാട്സപ്പിൽ ഹായ് ഇട്ടവർക്കായിരിക്കും നമ്മൾ സ്റ്റാർട്ടിംഗ് ആയിട്ട് കൊടുത്തു തുടങ്ങുന്നത്. പിന്നീട് നമുക്ക് ചെടികൾ തീരുവാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, വീണ്ടും അതിന് തൈകളൊക്കെ ഉണ്ടാവുമല്ലോ. ഈ സിൽവർ പോത്തോസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ദാണ്ട് ഈ ഒരു ചെടി, ഈ ബിഗോണിയ, ഇത് നമ്മൾ അതിനകത്ത് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം അഗ്ലോണിമ ചെടിയൊക്കെ തീർന്നു പോവുകയാണെങ്കിൽ നമ്മൾ ഈ ചെടിയൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്താനിരിക്കുകയാണ്. പിന്നെ ഇത് നല്ല ചെടിയാണല്ലോ, ഇതൊരു ഫേണ്. അപ്പോൾ ഈ ചെടിയും നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇതും കുഴപ്പമില്ല, നല്ല ഭംഗിയുള്ളൊരു ചെടി തന്നെയാണ് ഈ ഫേണ്. അത് ചിലവരുടെ കയ്യിലൊക്കെ കാണുമായിരിക്കും, എങ്കിലും എനിക്കിത് നല്ലതായിട്ടാണ് തോന്നുന്നത്. നല്ല ചെടി തന്നെയാണ്. അപ്പം ഇതും നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. അടുത്ത ഈ ഫിലോഡെൻഡ്രനാണ്. ഈ ചെടി നല്ല ബുഷിയായിട്ട് വളരും. ഇതിൻ്റെ ചെറിയൊരു കട്ടിങ്സ് മാത്രം മതി, നമുക്ക് ഇതുപോലെ ഭംഗിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇതും അതിനകത്ത് ഞാൻ ഉൾപ്പെടുത്താനിരിക്കുന്ന ഒരു ചെടി തന്നെയാണ്. അടുത്തത് ഈ സ്പൈഡർ പ്ലാന്റും ഉൾപ്പെടുത്തുന്നുണ്ട്. ഇത് നോക്കൂ, ഇതെല്ലാവർക്കും ഇഷ്ടമുള്ള ചെടിയല്ലേ. പിന്നെ ഈ കണ്ണാടി ചെടി, ഇതും നല്ല ഭംഗിയുണ്ട്. ഇതും എല്ലാവർക്കും ഇഷ്ടപ്പെടും. കണ്ടോ, ഇത് നല്ല ഭംഗിയുള്ളൊരു ചെടി തന്നെയാണ്. നോക്കൂ, ഇതിൻ്റെ ആ ഇലകളുടെ ആ പ്രത്യേകതയും അതെല്ലാം. പക്ഷേ ഞാനിത് കുറേ കട്ടിങ്സ് എടുത്ത് ഇങ്ങനെ മണലിൽ വേര് പിടിപ്പിക്കാനിങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. മണലിൽ നമ്മൾ ഇങ്ങനെ വേര് പിടിക്കാൻ വെക്കുവാണെങ്കിൽ നന്നായിട്ട് വേര് പിടിക്കും. ഇതുപോലുള്ള കണ്ണാടി ചെടികൾ കണ്ടോ, നല്ല വേര് നമുക്കുണ്ടാക്കിയെടുക്കാം. അടുത്തത് ഈ ഭംഗിയുള്ള ചെടിയാണ്. ഇത് പർപ്പിൾ കളറോട് കൂടിയ ഇലയുള്ള ഒരു ഭംഗിയാർന്ന ചെടിയാണ്. ഇതിൻ്റെ നല്ല സ്പോഞ്ച് പോലെയാണ് ഇതിൻ്റെ ഇലയിൽ നമ്മൾ തൊടുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ചെടി. ഇതെല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നേരത്തെ നമ്മളെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്ത ആളുകൾ എനിക്ക് ഈ ചെടി വേണം, അത് വേണം, ഇത് വേണമെന്നൊന്നും പറയരുത്. കാരണം നമ്മൾ അഗ്ലോണിമ തീരുമ്പോൾ ഉള്ളവർക്ക് കൊടുക്കാനായിട്ടാണ് നമ്മളിതെല്ലാം സെലക്ട് ചെയ്ത് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ വേര് പിടിപ്പിക്കാൻ വെച്ച അഗ്ലോണിമാസിലൊന്നും വേര് വന്നിട്ടില്ല. കാരണം കുറേ ദിവസങ്ങളൊന്നും ആയില്ലല്ലോ. അപ്പം നിങ്ങളിങ്ങനെ ധൃതി പിടിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ കട്ടിങ്സ് അയക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം, നിങ്ങളുടെ കയ്യിൽ ഈ കട്ടിങ്സ് കിട്ടിക്കഴിയുമ്പോൾ ഇതിൻ്റെ ഈ കട്ട് ചെയ്തെടുത്ത ഭാഗത്ത് നിങ്ങൾ ഫംഗിസൈഡ് തേച്ച് കൊടുക്കേണ്ടതാണ്. ഫംഗിസൈഡൊന്നും കയ്യിലില്ലാത്തവരാണെങ്കിൽ കറുകപ്പട്ട പൊടിച്ച അതിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ക്യൂടെക്സ് തേച്ചാലും മതി. ഞാൻ കൂടുതലും ക്യൂടെക്സ് ആണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കയ്യിൽ എപ്പോഴും അത് കാണുമല്ലോ, അത് അതിനകത്ത് പുരട്ടി കൊടുത്താൽ മതി. അടുത്തതായിട്ട് ഈ സ്റ്റെമ്മിൽ ഞാൻ അതിൻ്റെ മുകൾ ഭാഗത്ത് ക്യൂടെക്സ് പുരട്ടാൻ പോവുകയാണ്. കാരണം നിങ്ങളുടെ കയ്യിൽ ഈ കട്ടിങ്സ് കിട്ടുമ്പോൾ അതിൻ്റെ അടിഭാഗം നമ്മൾ മണ്ണിൽ നടേണ്ട ഭാഗം ചിലപ്പോൾ നിങ്ങൾക്ക് തിരിഞ്ഞു പോകാൻ ഇടയാകും. ചിലവർക്ക് കുഴപ്പമില്ല, തിരിഞ്ഞു പോകത്തില്ല. എങ്കിലും ചിലവർക്ക് ഏത് ഭാഗത്താണ് നമ്മൾ നടേണ്ടതെന്ന് അറിയാൻ വേണ്ടി ഒരു രീതിയാണിത്. ഞാൻ തന്നെ ഇങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഞാൻ ഈ ക്യൂടെക്സ് ഇതിനകത്ത് തേക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം, ഇത് മണ്ണിന് മുകളിൽ വരണം. അതിൻ്റെ അടിഭാഗത്ത് ഞാനൊന്നും ചെയ്യുന്നില്ല. ആ ഭാഗത്ത് നിങ്ങൾ തന്നെ എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് തേച്ച് കൊടുത്തിട്ട് നിങ്ങൾ മണ്ണിൽ നട്ടാൽ മതി. ഇപ്പം നിങ്ങൾ വിചാരിക്കും, തമിഴിൽ എന്താണ് ഇട്ടിരിക്കുന്നത്, ഓർക്കിഡ് വേണോ? അത് വേണ്ടവർ ഈ വീഡിയോ കാണുമെന്നല്ലേ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു ടാസ്ക്കാണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധയോടെ ഇത് ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം ഇതിൻ്റെ കമൻറ്റ് ഇടാൻ വേണ്ടി. അതിന് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാം. അതിനുമുമ്പ് വേറൊരു കാര്യം പറയാനുണ്ട്. ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ആദ്യമായിട്ട് ഫോളോ ചെയ്ത ആൾക്കൊരു സമ്മാനം ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. അതാണ് ഈ കാണുന്ന സമ്മാനം. ഈ ഗ്രൗണ്ട് ഓർക്കിഡാണ് നമ്മൾ ആ കക്ഷിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ആ കക്ഷിക്ക് ഞാൻ കൺഗ്രാജുലേഷൻസ് പറയുകയാണ്. ഇത് നല്ല ഒരു ഗ്രൗണ്ട് ഓർക്കിഡാണ്. ഇതിൻ്റെ ബൾബിൽ നിന്നും ഒരുപാട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു സൈസാണ്. കണ്ടോ, ഇതിൻ്റെ പൂവിൽ നിന്നും നല്ല കാപ്പിപ്പൊടി കളറും അതിൻ്റെ തണ്ടുകൾക്ക് നല്ല കാപ്പിപ്പൊടി കളറ് ചേർന്നിട്ടുള്ള ഒരു തരമാണ്. നല്ല ഭംഗിയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണ് ഗ്രൗണ്ട് ഓർക്കിഡ് തന്നെ.
ഇതാണ് നമ്മുടെ വിജയ്ക്ക് കൊടുക്കാൻ പോകുന്ന തമനയിൽ കണ്ടിട്ടുള്ള ഈ ഡെൻഡ്രോബിയം ഓർക്കിഡ്. അത് ഞാനിങ്ങനെ ഒരു മത്സരം വെക്കാനുള്ള കാരണമുണ്ട്. നമുക്ക് എൻ്റെ ചാനലിൽ 1000 സബ്സ്ക്രൈബർ തികയുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അതാണിപ്പം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാ സഹകരണവും പ്രോത്സാഹനവും കൊണ്ടാണ് നമുക്കിങ്ങനെ ഒരു അവസരം ഒത്തു വന്നത്. അപ്പം നമ്മളതിന് നിങ്ങൾക്ക് തരുന്ന ഒരു സമ്മാനമാണ്, ഞാൻ നിങ്ങൾക്ക് തരുന്ന സമ്മാനമാണിത്. അത് നിങ്ങൾ സ്വീകരിക്കുക. നല്ല ഒരു തരത്തിലുള്ള ഡെൻഡ്രോബിയം ഓർക്കിഡാണ്. ഇതിൻ്റെ ഫ്ലവർ ഞാൻ കാട്ടിത്തരാം. കണ്ടോ, ഈ ഫ്ലവറാണ്. ഈ ചെടി ഇല്ലാത്തവർ മാത്രമേ ഈ ടാസ്കിൽ പങ്കെടുത്താൽ മതി. ഉള്ളവരെന്തിനാ വെറുതെ അങ്ങനെ ചെയ്യുന്നത്? കണ്ടോ, ഇതാണ് അതിൻ്റെ ഫ്ലവർ. ഇത് ഞാൻ എൻ്റെ കളക്ഷനിൽ നിന്നും ഞാൻ ഉണ്ടാക്കിയെടുത്ത ഒരു കിസാണ്. അത് ഞാൻ തന്നെ ചെറിയൊരു തൈ ഉണ്ടാക്കി അത് നട്ട് വളർത്തി. ഇപ്പം 2-3 മാസത്തിനകം ഇത് ഫ്ലവർ ഇടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു തരത്തിൽ ഡെൻഡ്രോബിയം ഓർക്കിഡാണ് നമ്മൾ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇന്ന് 2025 ജൂലൈ 28 അതുകൊണ്ട് ഈ 2025 ജൂലൈ 31 വരെ നമുക്ക് ഇതിന് ഡേറ്റ് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ ചെടികൾ അയക്കുന്നതൊക്കെ കാര്യം അത് നമ്മൾ ഈ ആഴ്ച തന്നെ തുടങ്ങാനിരിക്കുകയാണ്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. നിങ്ങൾ വെറുതെ മെസ്സേജ് ഇടിയൊന്നും വേണ്ട. അത് നമ്മൾ തീരുമാനിച്ച കാര്യം എന്തുമായാലും നടപ്പിലാക്കും. ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്ലാന്റിൻ്റെ പേരാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടുന്നത്. അന്ന് വരെ മാത്രമേ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. അതിനുള്ള ക്ലൂ ഈ വീഡിയോയിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ കമൻറ്റ് ഇടാവൂ. അപ്പം അതിൽ സമ്മാനം നേടുന്നവർക്ക് പിന്നെ നമ്മൾ ഈ ഡെൻഡ്രോബിയം ഓർക്കിഡാണ് എൻ്റെ സമ്മാനമായിട്ട് നിങ്ങൾക്ക് തരുന്നത്. പിന്നെ ഒരു കാര്യം, ഒന്നിൽ കൂടുതൽ പേര് ആ പ്ലാന്റ്സിൻ്റെ പേര് പറയുകയാണെങ്കിൽ നമുക്ക് ഞെരക്കിട്ടെടുക്കാവുന്നതാണ്. അങ്ങനെയൊക്കെ ചെയ്യേണ്ടുന്നത്. ഈ ഡെൻഡ്രോബിയം ഓർക്കിഡിൻ്റെയൊക്കെ ഒരു സെയിൽ വീഡിയോ ഞാനിടാം. അപ്പം അത് ഈ ഡെൻഡ്രോബിയം ഓർക്കിഡുകളൊന്നും ഇല്ലാത്തവർ അതിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ചെറിയ വില കൊടുത്ത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. ഇതിൻ്റെ സമ്മാനം നമ്മൾ പ്രഖ്യാപിക്കുന്നത് 2025 ഓഗസ്റ്റ് 3 ആയിരിക്കും. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. എന്നാൽ താങ്ക് യു.